Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ BPCL റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസ് അപ്ഡേറ്റുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. എസ്പെഷ്യലി 26 മെയ് 2021 BPCLൻ്റെ Q4 റിസൾട്ട് വരികയാണ്. Q4 റിസൾട്ടിനോടനുബന്ധിച്ച് ഡിവിഡൻഡ് ഡിക്ലറേഷൻ കൂടി ഉണ്ടാകും എന്ന് എക്സ്ചേഞ്ച് ഫില്ലിംഗ് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ എക്സ്ചേഞ്ച് ഫില്ലിംഗിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ആൾറെഡി മാർക്കറ്റ് BPCLിൽ നിന്നും വളരെ വലിയ ഒരു ഡിവിഡൻഡാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഡിവിഡൻഡിൻ്റെ എക്സ്പെക്റ്റേഷൻ BPCL എന്ന സ്റ്റോക്കിൽ വളരെ വലിയ മൊമെൻറ്റവുമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ BPCL എന്ന സ്റ്റോക്കിൽ ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് കാണാൻ സാധിച്ചതെങ്കിലും പ്രീവിയസ് 1 വീക്കിലെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 5.84% പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത്. അവിടെ സെൻസെക്സിലും അതുപോലെ തന്നെ സെക്ടറിലും നമ്മൾക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 1 മന്തിൽ BPCL 12% റിട്ടേണും അതുപോലെ തന്നെ ഇയർ ടിൽ ഡേറ്റിൽ BPCL 24% റിട്ടേണുമാണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിൽ സെൻസെക്സിൽ 6% ഗെയിനും സെക്ടറിൽ 4% ഗെയിനുമാണ് കാണാൻ സാധിച്ചത്. 1 ഇയറിൽ BPCL 50% റിട്ടേണും സെക്ടർ 33% റിട്ടേണും സെൻസെക്സ് 65% ഗെയിനും ആണ് തന്നത്. അതായത് സെക്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും സെൻസെക്സ് കമ്പയർ നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം അതിനെല്ലാം ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് BPCL എന്ന സ്റ്റോക്ക് കാഴ്ചവെച്ചത്. അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BPCLൻ്റെ റീസെൻറ്റ് ഡീൽ പ്രകാരം ഏകദേശം 13,100 കോടി രൂപയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ കമ്പനിയിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ കമ്പനി പ്രൈവറ്റൈസേഷൻ ആകാൻ പോവുകയാണ്. അതായത് കമ്പനിയുടെ പ്രൈവറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിഡിങ് 2021 സെപ്റ്റംബറിൽ ആരംഭിക്കും എന്നാണ് ഡയപ്പാമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ എൻ്റയർ ക്യാഷിനെ എക്സിസ്റ്റിംഗ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 55 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് ലഭിക്കും എന്നാണ് അനലിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഡിവിഡൻഡ് എക്സ്പെക്റ്റേഷൻ കൊണ്ട് മാത്രമാണ് BPCL എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഇത്രയും വലിയ പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ BPCL റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളും കൂടാതെ BPCLൻ്റെ ഇമ്പോർട്ടൻറ്റ് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ ഡേറ്റുകളുമാണ് പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യേണ്ടതാണ്. BPCL റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ BPCL എന്ന കമ്പനിയിൽ വൻ സ്റ്റേക്ക് സെയിലുകളായിരിക്കും വരും സമയങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. കാരണം BPCLൻ്റെ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് ആൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. ഈ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സിൽ ഗവൺമെൻറ് പ്രൊമോട്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള 52.98% സ്റ്റേക്കുകളാണ് വിറ്റഴിക്കുന്നത്. അതുകൂടാതെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് BPCL പ്രൊമോട്ടർ സ്റ്റാറ്റസിലുള്ള 2 കമ്പനികളായ പെട്രോനെറ്റ് അതുപോലെ തന്നെ IGL അതായത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ഈ 2 കമ്പനികളിലും BPCLനുള്ള സ്റ്റേക്കുകൾ കൂടി വിറ്റഴിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് ഡയപ്പാം അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിച്ചു. BPCLന് പെട്രോനെറ്റ് എന്ന കമ്പനിയിൽ 12.5% സ്റ്റേക്ക് ഹോൾഡിങ്ങും അതുപോലെ തന്നെ IGL എന്ന കമ്പനിയിൽ 22.5% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. ഈ 2 കമ്പനികളുടെയും പ്രൊമോട്ടർ സ്റ്റാറ്റസിലുള്ള കമ്പനിയാണ് BPCL. BPCL പ്രൈവറ്റൈസ്ഡ് ആയി കഴിയുമ്പോൾ ഈ കമ്പനികളിലുള്ള ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 കമ്പനികളിലും BPCLൻ്റെ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതിനെക്കുറിച്ച് ഡയപ്പാം ആലോചിക്കുന്നത്. ഇനി BPCLൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഈ സ്റ്റേക്ക് സെയിലിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം BPCLൻ്റെ സബ്സ്റ്റാൻഷ്യൽ വാല്യൂയിലുള്ള ഒരു ഇറോഷനാണ് നമ്മൾക്ക് ഈ സ്റ്റേക്ക് സെയിൽ വഴി കാണാൻ സാധിക്കുന്നത്. ഇനി BPCLൻ്റെ വാല്യൂഷനെ കുറിച്ച് സംസാരിക്കാം. BPCLിൽ ഗവൺമെൻറ്റിൻ്റെ 52.98% സ്റ്റേക്കിൻ്റെ വാല്യൂഷനായി കാണുന്നത് 54,000 കോടി രൂപയാണ്. ഈ 54,000 കോടി രൂപ കൂടാതെ BPCL പ്രൊമോട്ടർ സ്റ്റാറ്റസിലുള്ള IGLിൽ അതായത് BPCLിൽ IGL എന്ന കമ്പനിയിൽ 22.5% സ്റ്റേക്കുകളാണ് BPCLനുള്ളത്. അതിൻ്റെ വാല്യൂഷനായിട്ട് 9,400 കോടി രൂപയും കൂടാതെ പെട്രോനെറ്റിലുള്ള 12.5% സ്റ്റേക്കിൻ്റെ വാല്യൂഷനായിട്ട് 9,300 കോടി രൂപയുമാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 2 കമ്പനികളിലെയും സ്റ്റേക്ക് സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ഡയപ്പാമിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ സെബിയുമായി ആലോചിച്ച് ഈ BPCLൻ്റെ തന്നെ ഒരു സക്സസ് ബിഡറിൻ്റെ മുന്നിൽ ഈ 2 കമ്പനികളുടെയും സ്റ്റേക്ക് സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പൺ ഓഫർ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഈ ഓപ്പൺ ഓഫർ പോലുള്ള കാര്യം നമ്മൾ റീസെൻ്റ്ലി ONGC അതായത് HPCL എന്ന കമ്പനിയിൽ HPCLിലെ ഗവൺമെൻറ് സ്റ്റേക്കുകൾ ONGC അക്വയർ ചെയ്ത സമയത്തും ഈ സബ്സിഡറി സ്റ്റേക്കുകളുടെ
യുടെ ടേക്ക് ഓവർ നമ്മൾ കണ്ടതാണ്. ഇതുപോലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് BPCLൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഡയപാമും മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് BPCLൻ്റെ അസറ്റിനെ കുറിച്ചാണ്. അതായത് BPCLൻ്റെ അസറ്റിലേക്ക് കടക്കുന്നതിന് മുൻപേ BPCLൽ സക്സസ്ഫുൾ ബിഡർ ആവാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കമ്പനിയായിട്ട് വരുന്നത് വേദാന്തയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പനിയായിട്ട് അപ്പോളോ ഗ്ലോബൽ, മൂന്നാമത്തെ കമ്പനിയായി ഐസ്ക്വയർഡ് ക്യാപിറ്റൽ ആമിൻ്റെ തിങ്ക് ഗ്യാസ് എന്നീ കമ്പനികളാണ് ഗവൺമെൻറ് സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യാനുള്ള റേസിൽ മുന്നിലുള്ളത്. BPCLൻ്റെ അസറ്റ് നോക്കുകയാണെങ്കിൽ BPCL ഏകദേശം ഇന്ത്യയുടെ ഓയിൽ റിഫൈനറിംഗ് കപ്പാസിറ്റിയുടെ 15.33% ഹോൾഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്യൂൽ മാർക്കറ്റിംഗ് ഷെയർ അല്ലെങ്കിൽ ഫ്യൂൽ റീറ്റെയിൽ ബിസിനസ്സിൽ 22% മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ്. ഇതുകൂടാതെ BPCLൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 35.3 മില്യൺ ടൺ റിഫൈനറി കപ്പാസിറ്റിയാണ് BPCLനുള്ളത്. BPCLൻ്റെ മുംബൈ യൂണിറ്റിൻ്റെ കപ്പാസിറ്റി 12 മില്യൺ ടണ്ണും കൊച്ചി യൂണിറ്റിൻ്റെ കപ്പാസിറ്റി 15.5 മില്യൺ ടണ്ണും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ബീന യൂണിറ്റിൻ്റെ കപ്പാസിറ്റി 7.8 മില്യൺ ടണ്ണുമാണ്. ഇതുകൂടാതെ BPCL 18,639 പെട്രോൾ പമ്പുകളും 6,166 LPG ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളും 260 ഫ്യൂൽ ഏവിയേഷൻ സ്റ്റേഷനുകളും ഹോൾഡ് ചെയ്യുന്നുണ്ട്. BPCLന് 9 രാജ്യങ്ങളിൽ പ്രസൻസുമുണ്ട്. അവ പ്രധാനമായും റഷ്യ, ബ്രസീൽ, UAE, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളാണ്. അതായത് BPCLൽ ഈ ന്യൂസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ന്യൂസിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ BPCL എന്ന സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ പ്രൈസ് മൊമെൻറ്റം നമ്മൾക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനിയിലും അതുപോലെ തന്നെ പെട്രോനെറ്റ് എന്ന കമ്പനിയിലും വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. BPCL റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 25 മെയ് 2021 BPCLൻ്റെ എക്സ്ചേഞ്ച് ഫില്ലിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 26 മെയ് 2021 BPCLൻ്റെ Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റും അതോടൊപ്പം തന്നെ ഡിവിഡൻഡ് ഡിക്ലറേഷനും ഉണ്ടാകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് ലഭിക്കും. കൂടാതെ BPCL ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. 2021 ഈ കമ്പനി 2 പ്രാവശ്യം ഇൻട്രിം ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. 2020 കമ്പനി 1 പ്രാവശ്യവും 2019 2 പ്രാവശ്യവും 2018 2 പ്രാവശ്യവും 2017 4 പ്രാവശ്യവും ഈ കമ്പനി ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം അതായത് 2021 മാർച്ച് മാസത്തിൽ BPCLൻ്റെ പക്കൽ നിന്നും നമ്മളൊരു ഹ്യൂജ് ഡിവിഡൻഡ് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ കമ്പനി അവിടെ നിരാശപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതായത് 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഒരു ഡിവിഡൻഡ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും മാർക്കറ്റ് BPCLൽ നിന്നും ഏകദേശം 55 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം കമ്പനിയുടെ കയ്യിലുള്ള നെറ്റ് ക്യാഷ് തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പ്രമുഖ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി BPCLൻ്റെ Q4 റിസൾട്ട് അനാലിസിസിലേക്ക് വരാം. അതായത് BPCLൻ്റെ എക്സ്പെക്റ്റഡ് Q4 റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് പരിചയപ്പെടാം. അതായത് BPCLൻ്റെ എക്സ്പെക്റ്റഡ് Q4 റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ 25% വർധനവും അതുകൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റിൽ 38% ഡിക്ലൈനുമാണ് പ്രതീക്ഷിക്കുന്നത്. എബിറ്റ ഇയർ ഓൺ ഇയറിൽ 29% ഡിക്ലൈനാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മാർജിൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർജിൻ 6.4% നിന്നും 3.7%ലേക്കുള്ള ഒരു ഡിക്ലറേഷനാണ് അല്ലെങ്കിൽ ഒരു ഡിക്ലൈനാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾക്ക് BPCLൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. BPCLൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വീക്കിലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വീക്കിലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ 2016 ഈ സ്റ്റോക്ക് 280 രൂപ എന്ന റേഞ്ചിൽ നിന്നും 550 രൂപ എന്ന റേഞ്ചിലേക്ക് ഉയരുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു കറക്ഷൻ കാണാൻ സാധിക്കുകയും ചെയ്തു. ഈ കറക്ഷൻ സ്റ്റോക്ക് വീണ്ടും 280 രൂപ എന്ന സപ്പോർട്ടിലേക്ക് എത്തുകയും അവിടെ നിന്നും സ്റ്റോക്ക് 2020 550 രൂപ എന്ന റെസിസ്റ്റൻസ് ഒരു പ്രാവശ്യവും കൂടി ടെസ്റ്റ് ചെയ്തു. പിന്നീട് COVID-19 കറക്ഷൻ വന്നപ്പോൾ സ്റ്റോക്ക് 280 രൂപ എന്ന റേഞ്ചിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തത്. അതായത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 550 രൂപയും മേജർ സപ്പോർട്ടായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 250 രൂപ എന്ന റേഞ്ചുമാണ്. ഇനി COVID-19 കറക്ഷൻ വന്നതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതായത് 250 രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയി ഹൈ അതുപോലെ തന്നെ ഹൈ ലോ ഫോർമേഷൻസ് ജനറേറ്റ് ചെയ്തിരുന്നു. നമ്മളൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്പ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് 475 രൂപ എന്ന സ്റ്റോക്കിൻ്റെ
നിയർ ടൈം റെസിസ്റ്റൻസിനെ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കും. ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വരച്ച ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഈ റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്കിലെ ഒരു റീസെൻറ്റ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അതായത് റീസെൻറ്റ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ 475 രൂപ എന്ന ലെവലിൽ തന്നെയാണ്. 475 രൂപ സ്റ്റോക്കിൻ്റെ ഒരു നിയർ ടൈം റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു ബെസ്റ്റ് എൻട്രി പോയിൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലോ റിസ്ക് ഹൈ റിവാർഡ് എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ സാധിക്കുകയില്ല. കാരണം 2021 ഏപ്രിൽ മാസത്തിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായ ഏകദേശം 400 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്ക് ഒരു ഫ്രഷ് ലെഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ലെഗ് ഇപ്പോൾ 475 രൂപ എന്ന ലെവലിൽ നിൽക്കുകയാണ്. ഇനി സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻസിനെ ബീറ്റ് ചെയ്യുന്ന ഒരു Q4 റിസൾട്ടോ കാഴ്ചവെക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ 475 രൂപ എന്ന ലെവലിൽ നിന്നും ബ്രേക്കൗട്ട് സംഭവിച്ച് 510 രൂപ എന്ന് പറയുന്ന ലെവലിലേക്കും അതിനുശേഷം സബ്സിക്വൻ്റ്ലി 550 രൂപ എന്ന് പറയുന്ന ഓൾ ടൈം റെസിസ്റ്റൻസിലേക്കും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.